അപ്പോ എടുത്ത തീരുമാനം തെറ്റായിപ്പോയെന്ന് തോന്നുന്നുണ്ടോ അപ്പൂന്? ഇല്ല മാഡം, ഒരിക്കലും ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അത് പറയാം. ആദ്യം എനിക്ക് അങ്ങോട്ടൊരു ഡിമാൻഡുണ്ട്. എൻ്റെ അതിഥിയായി ഇവിടെ എത്തിയ ആളാണ് അപ്പു. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ എല്ലാവർക്കും ചേച്ചിയോ അമ്മയോ ഒക്കെയാണ്. അപ്പുവിനും മേഡം എന്നുള്ള വിളി ഇനി ഒഴിവാക്കാം. എന്നെ ചേച്ചിന്ന് വിളിച്ചാൽ മതി. എന്ത് പറയുന്നു? ഞാൻ ശ്രമിക്കാം. നോ, ശ്രമിച്ചാൽ പോരാ, ഇനി അങ്ങനെ വിളിക്കാവൂ കേട്ടോ. ശരി മാഡം. അയ്യോ സോറി ചേച്ചി. അല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്താ അങ്ങനെ തോന്നാൻ കാരണം? അപ്പോ നമ്മൾ പലരുടെയും ജീവിതം ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ്. മനസ്സ് പറയുന്നിടത്തേക്ക് ശരീരത്തെ കൊണ്ടുവരാൻ ആദ്യം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടുകാരുടെ സമാധാനത്തിന് തന്നെയാണ്. അപ്പൂന്റെ കാര്യത്തിലും അങ്ങനെയല്ലേ സംഭവിച്ചത്? അതെ. നമ്മുടെ കൂട്ടത്തിലെ പലരുടെയും കഥ ഇതിനോടകം തന്നെ ഞാൻ അപ്പൂനോട് പറഞ്ഞിട്ടുണ്ട്. കൂടുതലും പെൺകുട്ടികളാകാൻ ആഗ്രഹിച്ചവരുടെ കഥയാ. തൻ്റെ ആഗ്രഹം തുറന്നു പറയുന്ന നിമിഷം തന്നെ എല്ലാ വീടുകളിലും ഒരു കലാപത്തിന് തിരികൊളുത്തപ്പെടും. പിന്നീട് അതിൻ്റെ അവസാനം എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇരയാക്കപ്പെടുന്നത് നമ്മൾ തന്നെയായിരിക്കും. പുറത്താകാൻ വേണ്ടിയായിരുന്നു താനീ സത്യം വിളിച്ചു പറഞ്ഞതെന്ന് ഒരു നിമിഷമെങ്കിലും നമ്മൾ ആലോചിച്ചു പോവും. അപ്പൂന്റെ കാര്യത്തിലും അതുപോലെയാണ് സംഭവിച്ചെങ്കിലും അവിടെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൂന്റെ മനസ്സിനൊത്ത് നിൽക്കാൻ തൻ്റെ അമ്മയുണ്ടായിരുന്നു, അല്ലേ? ശരിയാണ്. അമ്മ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടി അച്ഛനോട് വാദിക്കാനും സമരം ചെയ്യാനും ഒക്കെ അമ്മ തന്നെയായിരുന്നു മുമ്പിൽ. പക്ഷേ ചേച്ചി, അതൊക്കെ ഫിസിക്കലി ഉള്ളൊരു ഡിഫൻസ് ആയിരുന്നു. മനസ്സുകൊണ്ട് അമ്മയും എന്നും അച്ഛൻ്റെ ആഗ്രഹത്തിനൊപ്പമായിരുന്നു. അതെല്ലാ പേരൻസും അങ്ങനെ തന്നെ. അപ്പോ മാക്സിമം പിറന്ന സെക്സിൽ തന്നെ നമ്മളിപ്പോഴുള്ള കുട്ടികളെ പിടിച്ചു നിർത്താൻ നോക്കും. ഇനി എന്താ അപ്പൂന്റെ പരിപാടി? വ്യക്തമായ ഒരു പ്ലാനും മനസ്സിലില്ല ചേച്ചി. സർജറി കഴിയുന്നത് വരെ. സർജറി കാര്യം വിട്ടേക്കൂ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. സർജറി കഴിഞ്ഞാലും സർവൈവിങ് എന്നൊരു പ്രശ്നമുണ്ടല്ലോ, അതിനെപ്പറ്റിയാണ് ഞാൻ ചോദിച്ചത്. തുടർന്ന് പഠിക്കാനോ അല്ലെങ്കിൽ തൊഴിലെടുക്കാനോ രണ്ടിലേതാ അപ്പൂന് താല്പര്യം? കോഴ്സ് കണ്ടിന്യൂ ചെയ്യണം തന്നെ എൻ്റെ തീരുമാനം. അതിനിടയിൽ ഞാൻ മറ്റു ചിലർക്ക് കൊടുത്ത വാക്കും പാലിക്കാനുണ്ട്. എനിക്ക് മനസ്സിലാവും. പക്ഷെ അപ്പോ സർജറി കഴിഞ്ഞുള്ള ആദ്യത്തെ ഒരു വർഷം ഓൺലൈനായി അപ്പൂന് ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ സമയം ബാക്കിയാണ്. അപ്പോൾ എങ്ങനെയാ? വായിക്കാൻ എഴുതാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ലേ? അതെ. എന്താ ചേച്ചി ചോദിച്ചേ? ഞാൻ എന്തെങ്കിലും രീതിയിൽ സഹായിക്കേണ്ടതുണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും ജോലി വരികയാണെങ്കിൽ ഞാൻ പറയാം. പക്ഷെ ഞാനിപ്പോൾ ചോദിച്ചത് അതിനുവേണ്ടിയല്ല. തൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സ്വന്തമായൊരു ഭാഷയും ശൈലിയും അപ്പൂനുണ്ടെന്നാണ്. എന്തുകൊണ്ട് അപ്പൂന് ഇതുവരെയുള്ള ജീവിതത്തെക്കുറിച്ച് ഒന്ന് എഴുതി നോക്കിക്കൂടാ? ചേച്ചി എന്താ ഉദ്ദേശിച്ചേ? ഒരു ആത്മകഥയാണോ? ആത്മകഥ എഴുതാനുള്ള പ്രായമൊന്നും ഈ പിഞ്ച് ശരീരത്തിനായിട്ടില്ലെന്ന് എനിക്കറിയാം. ആത്മകഥയായിട്ട് വേണ്ട, ഓർമ്മക്കുറിപ്പുകളായിട്ട് പോരെ? അപൂർവ എന്ന പെൺകുട്ടിയിൽ നിന്ന് അപ്പു എന്ന പുരുഷനിലേക്കുള്ള യാത്രയുടെ ഓർമ്മകൾ, അനുഭവിച്ച വേദനയുടെ ഓർമ്മകൾ, നഷ്ടപ്പെടേണ്ടി വന്ന ബന്ധങ്ങളുടെ ഓർമ്മകൾ, അതൊക്കെ ഒന്ന് എഴുതി വയ്ക്കാൻ ശ്രമിച്ചൂടെ? എപ്പോഴെങ്കിലും അതൊക്കെ ഒന്ന് എഴുതി സൂക്ഷിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് ചേച്ചി. പക്ഷെ ചേച്ചി പറഞ്ഞ പോലെ നമ്മുടെ കൂട്ടത്തിലുള്ള മറ്റു പലരുടെയും ജീവിതവും അനുഭവങ്ങളും വേദനകളും വെച്ച് നോക്കുമ്പോൾ എൻ്റേതൊക്കെ എത്ര നിസ്സാരോ. അതൊക്കെ അപ്പൂന് വെറുതെ തോന്നുന്നതാ. ശരിയാണ്, അപ്പൂനേക്കാൾ വേദന അനുഭവിച്ച പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ അവരുടെ ജീവിത സാഹചര്യം ആയിരുന്നില്ല അപ്പൂൻ്റേത്. അതുമാത്രമല്ല, മിക്കവരുടെ അനുഭവത്തിൽ ഇര അവർ മാത്രമായിരിക്കും. അപ്പൂൻ്റെ കാര്യത്തിൽ അതിൽ കൂടുതൽ എഴുതാനുണ്ടാകുമല്ലോ, അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കാര്യങ്ങൾ. അതൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്നല്ലേ ചേച്ചി നല്ലത്? അപ്പോൾ അത് എഴുതി നോക്കൂ. എവിടെ സൂക്ഷിക്കണമെന്നുള്ളത് രണ്ടാമത്തെ കാര്യമല്ലേ. സർജറി കഴിയുന്നൊരു സമയമുണ്ടല്ലോ, അപ്പോൾ ഈ തനിച്ചിരുന്നുള്ള മുഷിച്ചിൽ നിന്ന് മോചനം കിട്ടുകയും ചെയ്യും. ശരി, ചേച്ചിയെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല. ഒന്ന് ശ്രമിച്ചു നോക്കാം. ഗുഡ്.
സഹായത്തിന് വേണമെങ്കിൽ അഗ്നിയെ കൂടെ കൂട്ടാം കേട്ടോ. അവൾക്കും ഇതിലൊക്കെ വലിയ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തില്ല. പക്ഷെ എന്ത് ചെയ്യാം, മനസ്സിൽ തോന്നുന്നതായിരിക്കില്ല അവൾ കടലാസിൽ എഴുതി വരുമ്പോൾ. ശരി അപ്പോ, എനിക്കിന്ന് ആറ്റിങ്ങൽ കോടതിയിൽ ഒരു കേസുണ്ട്. അതിൽ വിറ്റ്നസ്സാണ് ഞാൻ. ഒന്ന് പോയിട്ട് വരാം. തനിച്ചിരിക്കാൻ പേടിയുണ്ടോ? ഇല്ല. ശരി. ഇന്ന് നന്ദേട്ടൻ വൈകിട്ട് എത്തുമോ മോളെ? അറിയില്ല. നേരത്തെ വിളിച്ചപ്പോ ഉച്ച കഴിഞ്ഞ് വിളിക്കുമ്പോ പറയാന്നാ പറഞ്ഞേ. സാധാരണ പോയാ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ വരാറുള്ളൂന്ന് പറഞ്ഞത്. അങ്ങനെയാ സാധാരണ നന്ദേട്ടന്റെ ടൈം ടേബിള്. ഇനിയിപ്പോ ചേച്ചി കൂടെ ഉള്ളതുകൊണ്ട് സിറ്റിയിൽ തങ്ങോന്ന് അറിയില്ല. അല്ല, എനിക്കിവിടെ തനിച്ച് നല്ല ശീലമാണല്ലോ. മുത്താരം ഒരു ദിവസം കൂട്ടിടക്കാൻ വന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ചേച്ചിയുടെ കാര്യം അതുപോലെ അല്ലല്ലോ. ഞാനുണ്ടെന്ന് കരുതി നന്ദേട്ടനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട കേട്ടോ. നമ്മള് 2 പേരില്ലേ. എനിക്ക് തനിച്ച് കഴിയാൻ പേടിയൊന്നുമില്ല. 100 ആയിസ നന്ദേട്ടനായിരിക്കും. അപ്പു, ഇത് അപ്പു വിളിക്കുന്നത്. ഹലോ അപ്പു. ആതിര, എന്തൊക്കെയാടോ വിശേഷങ്ങള്? ഹലോ ആതിര, എന്താടോ താനൊന്നും മിണ്ടാത്തെ? ഒന്നുമില്ല അപ്പു. അപ്പു പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. ഇയാള് എന്നോട് പിണങ്ങിയിരിക്കാണോ? ഏയ്, ഞാനെന്തിനാ അപ്പുവിനോട് പിണങ്ങുന്നത്? അത് വെറുതെ. പിണങ്ങാനുള്ള കാരണങ്ങള് ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാലോ. എന്താ, അതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ ഇയാൾക്ക്? ഞാൻ എന്ത് പറയാനാ അപ്പു? അപ്പുവിന്റെ ജീവിതം, അപ്പുവിന്റെ തീരുമാനം, അതിൽ ഞാനെന്ത് അഭിപ്രായം പറയാനാ? ഓ, അപ്പോ ആ ലൈനിലാണ് താൻ ഇതിനെ കണ്ടിരിക്കുന്നത് അല്ലേ? ഞാൻ ഏത് രീതിയിൽ കണ്ടാലും അപ്പുവിന്റെ തീരുമാനത്തിന് മാറ്റമില്ലല്ലോ. പിന്നെ വെറുതെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് എന്ത് കാര്യം? എങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കും മുമ്പ് ഇത്രയും നാളത്തെ അടുപ്പം വച്ച് അപ്പു എന്നോട് എന്തെങ്കിലും ഒരു സൂചന തരൂന്ന് കരുതി. പക്ഷെ അത്രത്തോളം അടുപ്പമൊന്നും നമ്മൾ തമ്മിലില്ലാന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. താൻ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. എടോ, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ എന്റെ അമ്മയെ പോലും വിളിച്ചിട്ടില്ല. ആദ്യമായിട്ട് വിളിക്കുന്നത് തന്നെയാ. അപ്പൊ പിന്നെ താൻ എന്റെ ആരും ഇല്ലാഞ്ഞിട്ടാണോ ഞാൻ വിളിക്കുന്നത്? എന്നെ ഓർത്ത് വിഷമിക്കരുതെന്ന് തന്നോട് പ്രത്യേകം പറയണമെന്ന് ഞാൻ നന്ദൻ സാറിനെ പറഞ്ഞ് ഏൽപ്പിച്ചതാണല്ലോ. എന്നിട്ട് സാറൊന്നും പറഞ്ഞില്ലേ? ഏട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അത് അപ്പു പറയുന്നത് പോലെ ആവില്ലല്ലോ. എങ്കി ഈ അപ്പു മഹാരാജാവ് ഇപ്പൊ പറയുന്നു, എന്റെ ആതുര തമ്പുരാട്ടി എന്നെ ഓർത്ത് വിഷമിക്കരുത്. നോം ഇവിടെ സുരക്ഷിതനായി കഴിയുന്നുണ്ട്. പോരെ? പക്ഷെ മഹാരാജാവിന്റെ ഈ ഒളിച്ചോട്ടം എന്തിനായിരുന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അതിന് ഇതൊരു ഒളിച്ചോട്ടാണെന്ന് ആര് പറഞ്ഞു? ഒളിച്ചോട്ടം അല്ലാതെ പിന്നെ? ഇതൊരു പടയൊരുക്കം മോളെ. അപ്പുവിന്റെ പുതിയ ജന്മത്തിന് വേണ്ടിയുള്ള പടയൊരുക്കം. ഇനി നിന്റെ മുമ്പിൽ പോലും ഞാൻ എത്തുന്നത് എന്റെ എല്ലാ പെണ്ണടയാളങ്ങളും മായ്ച്ചു കളഞ്ഞ് ഒരു പൂർണ്ണ പുരുഷനായിട്ടായിരിക്കും. അതിന് അപ്പു എന്തിനാ ഒളിവിൽ കഴിയുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട് ആതിര. നിങ്ങളുടെയൊക്കെ കണ്ണില് എന്റേതൊരു ഒളിവ് ജീവിതമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിനി എന്റെ വീട്ടുകാരുടെ ഓർമ്മയിൽ നിന്നും ആ പഴയ അപ്പൂനെ അപ്പാടെ എടുത്തു മാറ്റണം. ആകാശിന്റെ ഒരു ഓർമ്മയും അവശേഷിപ്പിക്കാതെ നീ ആതിരായതുപോലെ എന്റെ അച്ഛന്റെ അമ്മയുടെ മുമ്പില് അപൂർവയ്ക്ക് എല്ലാ അർത്ഥത്തിലും ഒരു അപ്പു ആവണം. വീപ്പിക്കും ഗീതാലക്ഷ്മിക്കും ജനിച്ചത് ഒരാൺകുട്ടിയാണെന്ന് ലോകത്തെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കണം. അതിനുവേണ്ടിയാ എന്റെ ഈ അജ്ഞാതവാസം. ഞാൻ സ്വയം ഒളിച്ചോടുകയല്ല ആതിര. മറ്റുള്ളവരുടെ ഓർമ്മയിൽ നിന്നും അപൂർവമായി മാച്ചു കളയാനാ ഈ ഒളിവ് ജീവിതം. എന്നാലും ഇടയ്ക്കൊന്ന് കാണണമെന്ന് തോന്നുമ്പോ ഞാൻ വന്ന് കണ്ടോട്ടെ അപ്പു? ഞാൻ പറയാതിര, എന്നിട്ട് താൻ വന്നാ മതി. ഇടയ്ക്ക് ഇതുപോലെ ഞാൻ വിളിക്കാം. ഞാൻ എവിടെയാണെങ്കിലും ആതിര എന്റെ മനസ്സിലുണ്ടാവും, എന്നും എപ്പോഴും.
അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. പോരെ? മതി, ഞാൻ കാത്തിരിക്കും. ശരി, ഞാൻ പിന്നെ വിളിക്കാം. അങ്കിൾ, മാളോ, വാ മോളെ. എത്ര നാളായി മോളെ നിന്നെ കണ്ടിട്ട്. വലിയ പെണ്ണായി പോയല്ലോ നീ. നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ? അങ്കിളിന് അതൊന്നും ഓർമ്മയില്ല കേട്ടോ. മോൾ അറിഞ്ഞോ അതൊക്കെ? ആന്റി പറഞ്ഞിരുന്നു. എന്താ പറയാ, മനുഷ്യന്റെ ഓരോ അവസ്ഥകളല്ലേ. ഗീതാന്റെ എവിടെ പോയി അങ്കിൾ? ആള് ഫാർമസി വരെ പോയിരിക്കുക. ഇപ്പൊ വരും. മോളിരിക്കേ. വാ, ആദ്യം നിന്നെ ഞാനൊന്ന് കൊതി തീരെ കാണട്ടെ. അയ്യേ, നീ കരയണോ? എന്താ കുട്ടി ഇത്? അങ്കിളിന് കുഴപ്പമൊന്നുമില്ല. ദേ നോക്ക്, ഒരു കുഴപ്പമില്ല. മുറിവൊക്കെ നല്ല ഭേദമായിട്ടുണ്ട്. അല്ല, എവിടെ നിന്റെ ഭർത്താവ്? വന്നില്ലേ ഒപ്പം? ഇല്ല അങ്കിൾ, ഡോക്ടർ ഡ്യൂട്ടിക്ക് പോയി, പിന്നെ വരാന്ന് പറഞ്ഞു. എന്താ അയാളുടെ പേര്? ജോസഫ് അല്ലേ? ജോബിൻ അലക്സ്. ആ, ജോബിൻ. ആളെ ഞാൻ കണ്ടു കേട്ടോ. മിടുക്കനാ. നമ്മുടെ ഡേയ്സിയുടെ മോനല്ലേ? അല്ല, ഡേയ്സ് എന്ത് പറയുന്നു? ആന്റി സുഖായിരിക്കുന്നു. നീ തനിച്ചാണോ വന്ന്? അശ്വതി മുറിയിലേക്ക് എന്താ പറയുന്നത്? എല്ലാരും സുഖായിരിക്കുന്നു അങ്കിൾ. അച്ഛൻ സ്ഥലത്തില്ല, ഏതോ ക്ലയന്റിനെ കാണാൻ ഡൽഹിയിൽ പോയിരിക്ക. ഓ, ഗീത പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ആളിപ്പോ സദാസമയം എന്റെ കൂടെ ഉണ്ടാവണ്ടല്ലേ. എല്ലാവരെയും അങ്കിളിപ്പോ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് മോളെ. പിന്നെ കൂട്ടുകാരി വിളിച്ചിരുന്നോ? ഇവിടെ വന്ന ശേഷം എനിക്ക് അവളോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല മോളെ. ഗീതയെ 1-2 പ്രാവശ്യം വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അപ്പൊ ഞാൻ നല്ല മയക്കത്തിലായിരുന്നു. ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് ഗീത എന്നെ വിളിച്ചതുമില്ല. അപ്പൊ ഇപ്പൊ ജേർണലിസ്റ്റിനാ പഠിക്കുന്നല്ലേ? അതെ അങ്കിൾ. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് അറിഞ്ഞ് അവൾ വന്നിരുന്നു അത്രേ. പാവം, ആകെ സങ്കടപ്പെട്ടാ തിരിച്ചു പോയതെന്ന് ഗീത പറഞ്ഞു. ആ, അങ്കിളിന് ഇങ്ങനെ ഒരു കുഴപ്പം പറ്റിയെന്നൊന്നും മോൾ അവളോട് പറയണ്ട കേട്ടോ. നിന്നെ കണ്ടപ്പോ എനിക്ക് അപ്പൂനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് മോളും. രണ്ടുപേരെയും എപ്പോഴും ഒരുമിച്ചല്ലേ അങ്കിൾ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാവും. എന്തിനാ കുട്ടി നീ ഇങ്ങനെ വിഷമിക്കുന്നേ? ഞാനിങ്ങനെയൊക്കെ പറയുന്നോണ്ടാണോ? അതെ, അങ്കിളിന് കുറച്ചു നാൾ മുമ്പുള്ള കാര്യങ്ങളൊന്നും ഓർമ്മ കിട്ടുന്നില്ല മോളെ. അതാ ഞാനിങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് ചോദിക്കുന്നു. അല്ലാതെ എനിക്ക് വട്ടാണെന്ന് നീ വിചാരിക്കരുത് കേട്ടോ. ആ, ഗീതയോട് ഞാനിങ്ങനെ ആവേശത്തോടെ പലതും ചോദിച്ചുകൊണ്ടിരിക്കും. ശ്രീമതി ആണെങ്കിൽ ഒന്നും തൊട്ട് അങ്ങ് വിട്ടു പറയൂല്ല, എന്നെ കൊണ്ട് അധികം സംസാരിപ്പിക്കൂല്ല. നമ്മൾ എന്തെങ്കിലും അറിയാൻ ആഗ്രഹിച്ച് ചോദിക്കുമ്പോൾ 1-2 വാക്കുകളിൽ ഉത്തരം നൽകി വിഷയം അങ്ങ് മാറ്റിക്കളി. അത് പിന്നെ അങ്കിളിനെ അധികം സ്ട്രെയിൻ ചെയ്യിക്കണ്ടെന്ന് വിചാരിച്ചാവും. അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ നമ്മുടെ ഈ ആകാംക്ഷയും വേവലാതിയും പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. അപ്പൂനെയും നിന്നെയും കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത് മുഴുവൻ. അതിൻ്റെ ഒരു ആൻസൈറ്റി ഒന്നും ഗീതയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന്. മോളിപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ ആന്റി. ഞാൻ തന്നെ കുറിച്ച് ചില കുറ്റങ്ങളും പരദോഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആന്റി എവിടെ പോയിരുന്നു? ഫാർമസിയിൽ നിന്ന് മെഡിസിൻ എടുത്ത് ഡ്യൂട്ടി റൂമിൽ കൊടുക്കണമായിരുന്നു. അതെ, ബിപിക്ക് ഇപ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ട്, റെഡി ആയിരിക്കാൻ പറഞ്ഞു. ഓ, ഞാൻ എപ്പോഴേ റെഡിയാ. കേട്ടോ മോളെ, ഇവിടുത്തെ ഡോക്ടറും നിന്റെ ഈ ആന്റിയും ഒരു സെറ്റാ. മനുഷ്യനെ വെറുതെ ഇവിടെ പിടിച്ചു കിടത്തി ബോറടിപ്പിക്കാന്നേ. നീ കണ്ടോ, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്നാലും ഡെയിലി ടെസ്റ്റുകളാ. നമ്മുടെ ഹൃദയം എപ്പോഴോ ഒന്ന് പിണങ്ങിയെന്ന് പറഞ്ഞ് അത് നമ്മൾ പറഞ്ഞാൽ കേൾക്കാതിരിക്കൊന്നുമില്ലല്ലോ. അതൊന്നും ഇവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാള്. അധികം സ്ട്രെയിൻ ചെയ്യലെന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല മാണു. എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും.
അത് പിന്നെ ദൈവം നമുക്ക് സംസാരശേഷി തന്നിരിക്കുന്നത് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനൊക്കെ അല്ല മാടൂ. എനിക്കിങ്ങനെ ഒരു കുഴപ്പം വന്നോണ്ടല്ലേ. അപ്പൊ അത് പറഞ്ഞു തരാനുള്ളതിന് പകരം എന്നെ ശാസിക്കുകയും കുറ്റപ്പെടുത്തുകയാണോ വേണ്ടത്? ആണോ മോളെ? ഓ ശരി, സമ്മതിച്ചു. എനിക്ക് വയ്യ തർക്കിക്കാൻ. BP അധികം സംസാരിക്കാതിരിക്കുന്നുണ്ടോ? ആ കണ്ടില്ലേ, നമ്മുടെ വാ പൂട്ടി താക്കോല് ശ്രീമതി ഏൽപ്പിക്കണം, എന്നാലേ തൃപ്തിയാവും. അതെ, തന്നോട് ഞാൻ ഇനി ഒന്നും ചോദിക്കുന്നില്ല. എനിക്ക് അറിയേണ്ടതെല്ലാം പറഞ്ഞു തരാൻ എന്റെ കുട്ടിയുണ്ട് ഇവിടെ, അല്ലേ മോളെ? റെഡിയല്ലേ സർ? ഓ, ഞാൻ എപ്പോഴേ റെഡി. മാഡം ഇവിടെ ഉണ്ടാവില്ലേ? ഉവ്വ്, ഞാൻ വരാം. ബാക്കി വിശേഷങ്ങൾ വന്നിട്ട് പറയാട്ടോ. മോളിപ്പോ പോവില്ലല്ലോ? ഇല്ല അങ്കിൾ. ആ, അപ്പു എവിടെയാണെന്നൊന്നും നന്ദൻ സാർ പറഞ്ഞില്ലേ? ഇല്ല മോളെ, പക്ഷെ അപ്പു എവിടെയുണ്ടെന്ന് നന്ദൻ അറിയാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അയാളത് മനഃപൂർവ്വം എന്നോട് പറയാത്തതാ. ഒന്ന് നിർബന്ധിച്ചിരുന്നെങ്കിൽ നന്ദൻ എന്നോടത് പറയാതിരിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ അത് ഷെയർ ചെയ്യാൻ നന്ദന് താല്പര്യമില്ലെങ്കിൽ അയാളെ ഫോഴ്സ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പു ഇത് എന്ത് ഭാവിച്ചാ ഇങ്ങനെ? അതും ആന്റി ഇതുപോലെ ബുദ്ധിമുട്ടുന്ന സമയത്ത്. എനിക്ക് അപ്പു സേഫായിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സമാധാനമായി. ഒന്നുമില്ലെങ്കിലും നന്ദൻ അപ്പുവിന്റെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്തുള്ളല്ലോ. ശരിയാ, നന്ദൻ സാറിന്റെ കെയർ ഓഫിൽ എവിടെയെങ്കിലും ആവും അപ്പു സ്റ്റേ ചെയ്യുന്നത്. ആ കുട്ടിയെ വിളിച്ചു നോക്കിയാൽ ഒരുപക്ഷെ അപ്പു എവിടെ ഉണ്ടെന്ന് അറിയാൻ കഴിയില്ലേ? വേണ്ട മാളു, അപ്പു പറഞ്ഞിട്ടായിരിക്കുമല്ലോ നന്ദനും ആതിര ഇതൊക്കെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നത്. നമ്മളായിട്ട് അവരെ നിർബന്ധിക്കുന്നത് ശരിയല്ല. അപ്പു എല്ലാം സ്വന്തം ഇഷ്ടം പോലെ ചെയ്തോട്ടെ. ഒരു കണക്കിന് നോക്കിയാ അപ്പു ഇവിടെ ഇല്ലാത്തത് തന്നെയാ നല്ലത്. ഉണ്ടെങ്കിൽ ഒരിക്കലും ഇപ്പോഴത്തെ അവസ്ഥയിൽ അപ്പുവിന് വീപ്പിയുടെ മുന്നിൽ വരാൻ പറ്റില്ലല്ലോ. പക്ഷെ ആന്റി എത്ര നാളിങ്ങനെ? എന്നെ കണ്ടപ്പോഴും അങ്കിൾ ആദ്യം ചോദിച്ച അപ്പുവിന്റെ കാര്യമാണ്. നിന്നോട് മാത്രമല്ല മോളെ, ഏത് നേരവും VPക്ക് അപ്പുവിനെ കുറിച്ച് അന്വേഷിക്കാനേ നേരമുള്ളൂ. ഓരോ തവണയും കള്ളം പറഞ്ഞ് VP ആ വിഷയത്തിൽ നിന്ന് മാറ്റാൻ ഞാൻ പെടുന്ന പാട് എനിക്കേ അറിയൂ. അപ്പു ജേർണലിസം കോഴ്സ് ചെയ്യുകയാണെന്നും ഹോസ്റ്റലിലാണെന്നൊക്കെയാ ഞാൻ VPയോട് പറഞ്ഞിരിക്കുന്നത്. ആന്റി അങ്ങനെ എന്തെങ്കിലും ആവും പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അങ്കിൾ ഓരോന്ന് ചോദിക്കുമ്പോഴും ഞാൻ മൂളിയും തലയാട്ടിയൊക്കെയാ നിന്നത്. ആ ഒരു ഇത്തിരി സമയം ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടി. അപ്പൊ ഫുൾ ടൈം അങ്കിളുടെ കൂടെ നിൽക്കുന്ന ആന്റിയുടെ വിഷമം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പറഞ്ഞ കള്ളങ്ങളൊക്കെ എന്നാ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതെന്ന് എനിക്കറിയില്ല. പോകുന്നിടത്തോളം പോകട്ടെ എന്നുള്ള ഒറ്റ ധൈര്യത്തിലാണ് ഞാനിപ്പോ. ഞാനൊരു വഴി പറയട്ടെ ആന്റി.